അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് പുതിയ വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇന്ന് ചേട്ടൻ്റെ പിറന്നാളാണ്. ഞങ്ങൾ ആദ്യം പോയത് അമ്പലത്തിലേക്കായിരുന്നു. മണ്ണാർക്കാവ് അമ്പലത്തിലേക്കാണ് പോയത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലമാണ് മണ്ണാർക്കാവ് അമ്പലം. അവിടെ നിന്ന് നേരെ ഞങ്ങൾ പോയത് തിരുവമ്പാടിയിലേക്കാണ് കേട്ടോ. അവിടെ ഞങ്ങൾ പായസത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പാൽപ്പായസത്തിനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് നേരെ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും പാറും എണീറ്റിട്ടുണ്ടായിരുന്നു. രണ്ടാളും അച്ഛനും ഉമ്മയൊക്കെ കൊടുത്തു. ബർത്ത്ഡേ ഒക്കെ ഒന്ന് വിഷ് ചെയ്തു. അതിനുശേഷം പാത്തു ഉന്നിട്ടത് പായസത്തിലേക്കായിരുന്നു. പാത്തുവിന് പായസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടൻ ഓഫീസിലേക്ക് പോണ വഴി ഞങ്ങളുടെ കാറൊന്ന് ചാർജ് ചെയ്യാനായിട്ട് ഇട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. കുട്ടികളെയും എന്നെയും കൂട്ടിയിട്ട് ഞങ്ങൾ വടക്കുന്നാഥനിലേക്ക് പോയി. ഞങ്ങളുടെ വീട്ടിൽ എന്തൊരു വിശേഷപ്പെട്ട ദിവസമാണെന്നുണ്ടെങ്കിലും അന്ന് ഞങ്ങൾ ആദ്യം പോകുക വടക്കുന്നാഥനിലേക്കാണ്. ഇന്ന് കുറച്ച് ലേറ്റായി, കാരണം ഉണ്ണികൾ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് കുറച്ച് വൈകിട്ടാണ് പോയത്. 11 മണിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തിയത്. 10 മണിക്ക് നട അടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 11 മണിക്കാണ് തുറക്കുക. അപ്പോൾ അവിടെ നിന്ന് തൊഴുത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ വീട്ടിലേക്ക് വരണ വഴി വടക്കുന്നാഥൻ്റെ ഉള്ളിൽ തന്നെ കോമ്പൗണ്ട് ഉള്ളിൽ പാർക്കിംഗ് ഫീ ചോദിച്ചു. പക്ഷേ അമ്പലത്തിലേക്ക് വരുന്നവർക്ക് അതിൻ്റെ ആവശ്യമില്ല. നേരെ വീട്ടിലേക്ക് എത്തി. വീട്ടിൽ വന്ന് ചെറിയൊരു സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളക്ക് വെച്ചു. ചേട്ടന് ഭക്ഷണമൊക്കെ വിളമ്പി. പാത്തും പാറും അച്ഛനും അമ്മയും ഞാനും കൂടി ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പോൾ പാത്തുട്ടി അതിൻ്റെ ഇടയിൽ ചെറിയ അടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആൾക്ക് ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കണം. അതിനുശേഷം ഏട്ടൻ ജോലിക്ക് പോയി. അതിനുശേഷം വൈകിട്ട് കേക്കൊക്കെ മുറിക്കാമെന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തിരൂരുള്ള ബിഗ് കേക്കിലേക്കാണ് പോയത്. ഞങ്ങൾ സാധാരണ അവിടെ നിന്നാണ് കേക്കൊക്കെ മേടിക്കാറ്. നല്ല ടേസ്റ്റുള്ള കേക്കാണ് അവിടുത്തെ. അപ്പോൾ പാറുവിൻ്റെ ഇഷ്ടത്തിനാണ് കേക്ക് മേടിച്ചത്. അപ്പോൾ അവൾക്ക് അതിൽ എന്തൊക്കെയോ കണ്ടൻറ്റ് എഴുതണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ അച്ഛ എന്നാണ് എഴുതിയത്. അവിടെ വേറൊരു കേക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ബർത്ത്ഡേ ആണ് അടുത്ത മാസം. അപ്പോൾ അതിന് വേണ്ടി കേക്കൊക്കെ ഓർഡർ ചെയ്യാൻ ഇത് മതി എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ നോക്കി വെച്ച് പോന്നു. അതിനുശേഷം എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റൈറ്റിംഗ് പാഡ് മേടിക്കണം പറഞ്ഞ് അത് മേടിച്ചു. വീട്ടിലെത്തി ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. ഞാനും ചേട്ടനും അച്ഛനും അമ്മയും മക്കളൊക്കെ കൂടി ഇരുന്ന് കേക്കൊക്കെ കഴിച്ചു. അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ നിർത്തുകയാണ്.